രാവിലെ ആറ്റുമീൻകാരൻ വന്നേ. എന്നാൽ കുറച്ച് പൊടിമീൻ വാങ്ങാമെന്ന് വിചാരിച്ചു. വയമ്പും തൂളിയേ ഉള്ളായിരുന്നേ. നമ്മൾ പിന്നെ കുറച്ച് വയമ്പാണ് വാങ്ങിയത്. എന്തായാലും നല്ല ഫ്രഷായിട്ടുള്ള മീനായിരുന്നു. കിട്ടിയ പാടെ അതെല്ലാം ക്ലീൻ ചെയ്തെടുത്തു. കുറച്ച് മീൻ നമ്മളൊന്ന് റോസ്റ്റ് ചെയ്യാനെടുത്തു. അതിലേക്ക് നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് പുരട്ടി വെച്ചു. ഒരു 15 മിനിറ്റ് അതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചു. ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു. നന്നായിട്ട് ചൂടായി വന്നപ്പം പുരട്ടി വെച്ച മീൻ അതിലേക്ക് കുറേശ്ശെയായി ഇട്ട് കൊടുത്തു. സ്റ്റൗവിൻ്റെ ഫ്ലെയിം കുറച്ച് വെച്ച് അടച്ചു വെച്ച് ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തു. ഒരു സൈഡ് വെന്ത് വന്നപ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുത്തു. തിരിച്ചും മറിച്ചും വിട്ട് മീനെല്ലാം നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് മസാലകളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കണം. അതിനായി ഇഞ്ചി, വെളുത്തുള്ളി, സവാള ഇവ ചെറുതായി അരിഞ്ഞെടുത്തു. മൂന്നും കൂടി മീനിലേക്ക് ചേർത്ത് കൊടുത്തു. കുറച്ച് കറിവേപ്പിലയും ലേശം ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. ഇഞ്ചി, വെളുത്തുള്ളി, സവാള ഇവയെല്ലാം നന്നായിട്ടൊന്ന് വഴന്നു വരാൻ വേണ്ടി എല്ലാം കൂടി മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എല്ലാം കൂടി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്ത് അതിൻ്റെ ജലാംശമൊക്കെ ഒന്ന് വറ്റി വരുന്നവരെ വെയിറ്റ് ചെയ്യണം. ഉള്ളിയും മീനും എല്ലാം കൂടി നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ മുളക് പൊടി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. 1/2 സ്പൂണ് കുരുമുളക് പൊടി, 1/4 സ്പൂണ് പെരിഞ്ജീരകത്തിൻ്റെ പൊടി, ലേശം മഞ്ഞൾപ്പൊടി ഇവയെല്ലാം കൂടി ചേർത്ത് ഒന്നുകൂടെ മിക്സ് ചെയ്ത് പൊടികളുടെ പച്ചച്ചുവ മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തു. അടച്ചു വെച്ച് ഇതൊന്ന് സെറ്റായി വരുന്നവരെ വെയിറ്റ് ചെയ്യാം. പിന്നെ നമ്മളൊരു വെണ്ടയ്ക്കാത്തിയലാണ് വെച്ചത്. നന്നായിട്ടെല്ലാം കൂടെ വഴറ്റി അരപ്പും ചേർത്ത് വെണ്ടയ്ക്കാത്തിയലും റെഡിയാക്കി. കുറച്ച് വയമ്പ് മീൻ നമ്മൾ തോരനും വെച്ചു. അപ്പോഴേക്കും നമ്മുടെ വയമ്പ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. പൊടികളും ഉള്ളിയും എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴന്ന് എരിവും ഉപ്പും ഒക്കെ മീനിൽ പിടിച്ച് നന്നായിട്ട് വന്നിട്ടുണ്ട്. വേറൊരു കറിയും ഇല്ലെങ്കിലും ഇത് മാത്രം കൂട്ടി നമുക്ക് ചോറ് കഴിക്കാം. അപ്പോഴേക്കും ഉച്ചയൂണിനുള്ള സമയമായി. എന്നാൽ നമുക്ക് ഊണ് കഴിച്ചാലോ? അങ്ങനെ നമ്മുടെ ചൂടോടെയുള്ള കുത്തരിച്ചോറ് 2 സ്പൂണ് നമ്മളെടുത്തു. അതിലേക്ക് നമ്മൾ വെണ്ടയ്ക്കാത്തിയലും എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ വയമ്പ് തോരനും എടുത്തു. കൂടെ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യലായ വയമ്പ് റോസ്റ്റും എടുത്തിട്ടുണ്ട്. വയമ്പ് മീൻ ഇങ്ങനെ ഉണ്ടാക്കാത്തവരൊക്കെ ഉറപ്പായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കണം. നല്ല അടിപൊളി ടേസ്റ്റാണ്. കൂടെ നമ്മുടെ കട്ടത്തൈരും ലേശം ഉപ്പും ചേർത്ത് എടുത്തിട്ടുണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ ഉച്ചയൂണിൻ്റെ ഇന്നത്തെ വിശേഷങ്ങൾ. നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഇനിയും പുതിയ പുതിയ വിശേഷങ്ങളുമായി അടുത്ത ഒരു വീഡിയോയിൽ കാണാം എന്ന പ്രതീക്ഷയോടെ